ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യത്തിൽ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ സുഭാഷേട്ടനുമായിട്ട് മറച്ചു വെച്ചിട്ടുള്ള ആ വലിയൊരു രഹസ്യം എന്തായാലും ഇപ്പോൾ പുറത്ത് ചാടിയിട്ടുണ്ടല്ലേ. എന്തായാലും കവിത എന്തായാലും സുഭാഷേട്ടനെ ഒന്ന് പേഴ്സണലായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടും നന്നായി. അങ്ങനെയാണല്ലോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ അവൾ മുഖാന്തരം അറിഞ്ഞത്. വീട്ടിൽ വന്നപ്പോൾ അനിയന്മാരോടുള്ള ദേഷ്യപ്പെടലിലാണ് ഇപ്പോൾ സുഭാഷേട്ടൻ നിൽക്കുന്നത്. എന്തായാലും അവർക്കൊന്നും തിരിച്ചു പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. കാരണം ഒരാളുടെ ജീവിതം വെച്ചിട്ടാണ് അവർ കളിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ ആ സത്യം എന്തായാലും പുറത്തു വരും എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ എങ്ങനെയെങ്കിലും സുഭാഷേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരിങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. പക്ഷേ എന്തായാലും അങ്ങേർക്ക് അത് സാധിക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് വിവാഹം കഴിക്കാൻ അയാൾക്ക് താല്പര്യമില്ല എന്നാണ് നമ്മളെ സുഭാഷേട്ടൻ പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്തുനിന്ന് ഒരു കാര്യവും പറയാതെയാണ് സുഭാഷേട്ടൻ ഇങ്ങോട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ആ പെൺകുട്ടിയോട് അന്നേരം പറയാൻ കഴിഞ്ഞില്ല, കോഫി ഷോപ്പിൽ വെച്ചിട്ട്. അങ്ങനെ ആ പെൺകുട്ടി വീട്ടിലെത്തിയിട്ട് സുഭാഷേട്ടൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ നിധിയാണ് ഫോൺ കൊടുക്കുന്നത്. അങ്ങനെ സുഭാഷേട്ടൻ സംസാരിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അനിയന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ സോറി ചോദിക്കുകയാണ് നിന്നോട്. എന്തായാലും എനിക്ക് ഈ കണ്ടീഷൻ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അന്ന് ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. എനിക്ക് എൻ്റെ അനിയന്മാരെ വിട്ടിട്ടൊന്നും ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് സുഭാഷേട്ടൻ കോള് കട്ട് ചെയ്യുകയാട്ടോ ചെയ്യുന്നത്. പക്ഷേ എന്തോ ആ പെൺകുട്ടിക്ക് എന്തോ ഒരു താല്പര്യമുള്ളത് പോലെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അത് ഒറ്റയടിക്ക് ആ പെൺകുട്ടിക്കും വേണമെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോരായിരുന്നു. പക്ഷെ ആ പെൺകുട്ടി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഫോൺ വിളിച്ച സമയത്താണെങ്കിലും ആ പെൺകുട്ടിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. പക്ഷെ സുഭാഷേട്ടൻ അതിനൊന്നും നിന്ന് കൊടുക്കുന്നില്ല. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് പോവാട്ടോ ചെയ്യുന്നത്. സുഭാഷേട്ടനാണെങ്കിൽ പറയുന്നത് എനിക്ക് ജീവിതകാലം മൊത്തം ഇവിടെ തന്നെ ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതി. ഇവിടെ നിങ്ങളുടെ ഭാര്യമാരുടെയും കുട്ടികളുടെയും കൂടെയൊക്കെയാണ് ഈ സുഭാഷേട്ടൻ വളരേണ്ടത്. അങ്ങനെ തന്നെ വളർന്നാൽ മതി. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് അതിലൊക്കെയാണ്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ കല്യാണം കഴിക്കുന്നതിലൊന്നും എനിക്കൊരു സന്തോഷം ഒന്നുമില്ല. അപ്പോൾ ആ പെൺകുട്ടി വിളിച്ച സമയത്താണെങ്കിലും സുഭാഷേട്ടൻ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നുള്ള കാര്യം സുഭാഷേട്ടന് നന്നായിട്ട് അറിയട്ടോ. കാരണം പ്രത്യേകിച്ച് ആ പെൺകുട്ടിയോട് ഒന്നും പറയാതെ കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോരുകട്ടോ ചെയ്തത്. ആ പെൺകുട്ടിയോട് അങ്ങനെ ചെയ്തതിലുള്ള സങ്കടം ഉണ്ട് കേട്ടോ. പക്ഷെ അതിലൊക്കെ ഉപരി സുഭാഷേട്ടനെ തൻ്റെ അനിയന്മാരെ കൂടെ ഇവിടെ നിൽക്കാനുള്ള സന്തോഷമാട്ടോ കാണിക്കുന്നത്. നികേഷിനോടാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നിനക്കൊരു വിഷമം ഇല്ലടാന്ന്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് ഏട്ടൻ ഇങ്ങനെ ഒരു പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ. ഈ ഹരീഷ് ഏട്ടനും സുധീഷ് ഏട്ടനും ഒക്കെയാണ് എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചത്. സുഭാഷ് ഏട്ടനൊരു ജീവിതം വേണ്ട, ഇങ്ങനെ നിന്നാൽ ശരിയാവുമെന്ന്. അങ്ങനെയാണ് ഞാനിങ്ങനെ ആ കാര്യത്തിൽ ഓക്കെ ആയിട്ട് വന്നത്. അല്ലാതെ സുഭാഷ് ഏട്ടൻ പോകുന്നത് എനിക്ക് വിഷമമില്ലാഞ്ഞിട്ടല്ല. എൻ്റെ നെഞ്ചിൽ ഒരു കല്ല് വെച്ചതുപോലെയായിരുന്നു. എനിക്ക് അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് സുഭാഷ് ഏട്ടൻ ഇല്ലാതെ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. സുഭാഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ സുഭാഷ് ഏട്ടനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഹരീഷിനോടും സുധീഷിനോടും ചോദിക്കുന്നുണ്ട് കണ്ടില്ലടാ എന്നിട്ടാണോ എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കുന്നത്, ഇതാണടാ സ്നേഹം, ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പിന്നെ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാധാരണ സുധീഷ് ഇത്ര ഇമോഷണൽ ആവാത്ത ഒരാളാണ്. പക്ഷേ സുധീഷിന് സുഭാഷേട്ടൻ്റെ ഈ സംസാരം കേട്ടിട്ട് സഹിച്ചില്ല. സുധീഷ് നന്നായിട്ട് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഹരീഷിനാണെങ്കിലും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം അവരെല്ലാവരും കൂടി സുഭാഷേട്ടനെ ചതിക്കുന്ന പോലെയാണല്ലോ ഇത് ചെയ്തത്. അപ്പം നിധിയുടെ അടുത്തും സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട് നീയും കൂടി ചേർന്നിട്ടാണല്ലോ ഇത് ചെയ്തത്, നിനക്ക് എങ്ങനെയെന്നൊക്കെ കഴിഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും സുഭാഷേട്ടൻ്റെ മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇക്ലിയാക്കിയിട്ട് കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം സുഭാഷേട്ടൻ വിട്ടുകള എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. അവസാനം ഇവരെല്ലാവരും കൂടി കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഒരിക്കലും ഈ കിളിക്കൂട് വിട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആർക്കും മാറി താമസിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. കാരണം ഇവരുടെ ഉള്ളിൽ അത്രമാത്രം സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഒക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. തമ്മിൽ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇവരങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിധിക്കും ഭയങ്കര രീതിയിൽ സന്തോഷമാവാണ് കേട്ടോ. ഒരിക്കലും ഈ കിളിക്കൂട്ടിൽ നിന്ന് ഇവരെ അകറ്റാൻ പാടില്ല. ഇവർ ലൈഫ് ലോങ് ഇങ്ങനെ ഏട്ടനനിയന്മാരായിട്ട് കഴിയേണ്ടവരാണ്. അപ്പോൾ അതൊരു കണ്ടീഷൻ്റെ പുറത്ത് അവരുടെ സ്നേഹം പറിച്ചു മാറ്റാൻ പറ്റില്ല. സുഭാഷ് ഏട്ടനാണെങ്കിൽ എടുത്തു പറയുന്നുണ്ട് ഇങ്ങനെയൊരു കണ്ടീഷനൊന്നും ഇല്ലാതെ ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടൊരു വിവാഹം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇനി കല്യാണം കഴിക്കൂ, അല്ലാതെ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഇനി എന്നെ കിട്ടില്ല എന്ന് സുഭാഷ് ഏട്ടൻ വിട്ടു തുറന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ കിളിക്കൂട്ടിലെ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ പറ്റി ഇങ്ങനെ ഒരു സീനിലൂടെ. എന്തായാലും ഇവർക്ക് എല്ലാവർക്കും കുറ്റബോധമുണ്ട് ഇങ്ങനെ സുഭാഷ് ഏട്ടനെ പറ്റിച്ചതിൽ. പക്ഷേ ഇങ്ങനെ ഒരു ഡ്രാമ അവർ കളിച്ചത് എന്തിനാണെന്നും സുഭാഷ് ഏട്ടന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഈ കിളിക്കൂട്ടിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.